നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ കരസേനയുടെ മുൻ ഉപാധ്യക്ഷനായിരുന്ന ലഫ്റ്റനന്റ് ശരത് ചന്ദ് ആണ്. ലഫ്റ്റനന്റ് ശരത് ചന്ദ്, വെൽക്കം ടു ദ ടോക്ക്. താങ്ക് യു. ഇന്ത്യ തിരിച്ചടി കൊടുത്തിട്ട് 12 മണിക്കൂറിന് മുകളിലായി. ഈ സമയത്ത് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് താങ്കളുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്താണ് ഇന്ത്യൻ ആക്ഷനോടുള്ള? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഈ ഒരു ആക്ഷൻ എല്ലാവരും രാജ്യം ഒന്നാകെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ആക്ഷൻ ആയിരുന്നു. പക്ഷേ അത് ഏത് ഫോമിൽ, എപ്പോഴ്, എവിടെ, എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നിശ്ചയമായിട്ട് ആർക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. എന്നാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നു, ഈ ടെററിസ്റ്റിനെയും അവരുടെ പിന്നിലുള്ളവരെയും എല്ലാവരെയും ദേ വിൽ ബി ചേസ് ടു ദി എഡ്ജസ് ഓഫ് ദി എർത്ത് ആൻഡ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ എവിടെ ഒളിച്ചാലും അവരെ തിരഞ്ഞെടുത്ത് അവരോട് പകരം ചോദിക്കുമെന്ന് പ്രൈം മിനിസ്റ്റർ ഒരു പബ്ലിക് വേദിയിലാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ നാളെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്നലെ രാത്രിയിൽ അത് സംഭവിച്ചു. ആക്ച്വലി ഇന്ന് ഒരു സിവിൽ ഡിഫൻസ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ദിവസമായിട്ട് നേരത്തെ അവർ അനൗൺസ് ചെയ്തിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കിയാൽ പാകിസ്ഥാൻ തീർത്തും ഒരു സർപ്രൈസ് ആയിരിക്കും ഇന്നലത്തെ തിരിച്ചടി കൊണ്ട്. തീർച്ചയായും ഈ ക്യാമ്പ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് നേരിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തത് നമ്മളുടെ ഇന്റലിജൻസ് കേപ്പബിലിറ്റിയെയും നമ്മളുടെ ക്ഷമയുടെയും നമ്മുടെ മിലിറ്ററി കേപ്പബിലിറ്റിയും കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫ്രേസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ആർമി സ്പോക്സ് പേഴ്സൺ കേണൽ സോഫിയ ഖുറേഷിയും അതേപോലെ വിംഗ് കമാൻഡർ സിംഗ് അവർ ഉപയോഗിച്ചത്, അതായത് പ്രൊപ്പോർഷനേറ്റ് നോൺ എസ്കലേറ്ററി പവറിന് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ ചെയ്തതിനെ പറ്റി പറയുമ്പോൾ ആക്യുറേറ്റ്, മെഷേർഡ് ബട്ട് നോൺ എസ്കലേറ്ററി, അതിന്റെ പ്രസക്തി എന്താണ്? ആ 3 വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇന്ത്യ ആസ് എ നേഷൻ, നമുക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല. ഒരുപാട് പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടും നമ്മളൊരു യുദ്ധത്തിന് മുൻകൈ എടുത്തിട്ടില്ല. നമ്മളുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ ഒരു യുദ്ധവും നമ്മൾ തുടങ്ങിയല്ല. പാകിസ്ഥാനുമായിട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം 1948 ആയാലും 65 ആയാലും 71 ആയാലും 99 ആയാലും കാർഗിൽ വാറും ഇതെല്ലാം തുടങ്ങിയത് പാകിസ്ഥാൻ തന്നെയാണ്. നമ്മളൊന്നിനും മുൻകൈ എടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് വി ഹാഡ് ടു ടേക്ക് സം റിറ്റാലിയേറ്ററി ആക്ഷൻ. അതും നമ്മൾ വളരെ കണക്ക് കൂട്ടി തിരിച്ചടിക്കണം, അവരെ ഒരു പാഠം പഠിപ്പിക്കണം, അതനുസരിച്ചാണ് ചെയ്തത്. ഇത് നമ്മൾ എസ്കലേറ്റ് ചെയ്യാനോ ഒരു ഇൻഡോ പാകിസ്ഥാൻ യുദ്ധമായിട്ട് മാറ്റണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും സെലൻസ്കിയോടും പറഞ്ഞത്, ദിസ് ഈസ് നോട്ട് എൻ എറ ഓഫ് വാർ, ഇറ്റ് ഈസ് എൻ എറ ഓഫ് പീസ് വെയർ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ പീപ്പിൾ എന്നാണ്. അത് തന്നെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ മനസ്സിലുള്ളത്. പക്ഷേ നമ്മൾ പീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ഇതുപോലെ നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ സഫർ ചെയ്യുന്നതും ഒരു പ്രൈം മിനിസ്റ്ററിനോ ഒരു ഗവൺമെന്റിനോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് അത് നടത്തിയവർ, അവരുടെ പിന്നിലുള്ള ടെററിസ്റ്റ് മിലിറ്റൻസിനെയാണ് നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 9 സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി നമ്മൾ മിസൈൽ അറ്റാക്ക് ചെയ്ത് അല്ലെ ആർട്ടിലറി അറ്റാക്ക് ചെയ്ത 9 സ്ഥലങ്ങളും മിലിറ്റന്റ് ക്യാമ്പ്സ് ആണ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, അവരുടെ ലീഡർഷിപ്പ് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ, അവരുടെ ഈ മെസ്സേജിൽ കൂടി പാകിസ്ഥാൻ ആർമിയെയും നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നൗ ഇറ്റ് ഈസ് അപ് ടു ദെം. അത് അവർക്ക് ഇവിടെ വെച്ച് നിർത്തണോ, ഇത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരുടേതാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മെഷേർഡ് എന്ന് പറയുന്നത് ടാർഗറ്റഡ് ഓൺലി ദ മിലിറ്റൻസ്, ഇറ്റ് ഈസ് എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് നോൺ എസ്കലേറ്ററി എന്ന് പറയുന്നത് we have targeted militants, and if it is escalated by the Pakistan army, they will be held accountable and responsible എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ആ സന്ദേശം പാകിസ്ഥാന് കിട്ടിയെന്ന് വേണം അവരുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാൻ. അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത്, ഇന്ത്യ എസ്കലേറ്റ് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിരില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ലക്ഷ്യം കണ്ടു എന്ന് നമുക്ക് വിചാരിക്കാമോ? I think it's too early to make such a statement. Karanam, first and foremost, is in war or in a conflict, you cannot trust the enemy, and least of all Pakistan. Pakistan പീസ് ടൈമിൽ ആയാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ശരിയാണെന്ന് ഉണ്ടെങ്കിൽ ശരി തന്നെ, നല്ലത് തന്നെ. പക്ഷേ അവര് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ എപ്പോഴും എവിടെ അടിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ വീൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. നമുക്ക് ഇറ്റ്സ് ടു ഏർലി ടു സേ ദാറ്റ് നമ്മുടെ സ്ട്രൈക്ക് എഫക്റ്റീവ് ആയിരുന്നെന്നോ അതോ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത് രീതിയിൽ കൊടുത്തെന്നോ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ അത്ര അവർക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നും പറയാനായിട്ടില്ല. ക്രമേണ ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് മനസ്സിലാവും അവർക്ക് എത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായി, എത്ര ഡാമേജസ് ഉണ്ടായി. അത് നമ്മൾ ആഗ്രഹിച്ച അത്ര ഉണ്ടെങ്കിൽ then it is a successful story. If it is not, അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ we may adopt some other measures. പക്ഷേ ഈ ഒരു ഓപ്പറേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഭീകരവാദം തുടച്ചു നീക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ലേ? അങ്ങനെയല്ല, നമുക്ക് ഒരിക്കലും ഭീകരവാദത്തെ മിലിറ്ററി ആക്ഷൻ കൊണ്ട് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് എനി സച്ച് മൂവ്മെന്റ്, എനി മിലിറ്റന്റ് മൂവ്മെന്റ്, എനി അപ്രൈസിങ്, അതെല്ലാം അൾട്ടിമേറ്റ്ലി പൊളിറ്റിക്കൽ സൊല്യൂഷന് കൂടെ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷന് വേണ്ടി കോൺഫ്ലിക്റ്റിംഗ് പാർട്ടിയെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഡിമാൻഡുകൾ നമുക്ക് അക്സെപ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടാണ് മിലിറ്ററി പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അവർ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അപ്പോൾ ആ മിലിറ്റൻസി കുറയുകയാണ്. ദർ ഇസ് എ സ്റ്റേജ് അറ്റ് വിച്ച് അവർക്ക് മനസ്സിലാവും ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ കാലക്രമേണ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കൂടെ മാറ്റാൻ പറ്റുള്ളൂ. Now, in this particular case, നമ്മുടെ ഇന്ത്യ-പാകിസ്ഥാൻ ഇഷ്യൂ ആണെങ്കിൽ the issue is not between the militants or the terrorists and India or even the army. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ it is between the Pakistan army. അവർക്ക് നമ്മളെ കൺവെൻഷണൽ യുദ്ധത്തിൽ കൂടെ നേരിടാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവര് ഈ ടെററിസ്റ്റുകളെ ഉപയോഗിച്ച് ത്രൂ ഇൻസർജൻസി അല്ലെങ്കിൽ ത്രൂ മിലിറ്റൻസി നമ്മളെ നോയിച്ചുകൊണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഡെത്ത് ത്രൂ 1000 cuts എന്ന് പല പ്രാവശ്യം കേട്ട് കാണും. അത് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരിക്കും നമ്മളെ അവര് ഡീൽ ചെയ്യാൻ നമ്മളോട്. ദാറ്റ്സ് ദ വേ ദേ ആർ ഡീലിംഗ് വിത്ത് us. നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ ടി വിയിൽ വരുന്ന ഒരു വാർത്ത, ഒരു കൊല്ലപ്പെട്ട ഒരു ലഷ്കർ കമാൻഡറുടെ ബറിയലിൽ പാകിസ്ഥാൻ ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ എല്ലാം കാണുന്നുണ്ട് ടി വിയിൽ. അപ്പോൾ അവർ വീണ്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു വ്യക്തമാക്കുകയാണോ? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. അവരുടെ ഫോറിൻ മിനിസ്റ്ററോ ഡെപ്യൂട്ടി മിനിസ്റ്ററോ എന്തോ ഒരു കമന്റ് പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഒരാൾ പറയുന്നത് തീർത്തും വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തത്, നമ്മളുടെ ഒരു മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആർമി കൈപൊക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കൊരു തിരിച്ചടിയായിരിക്കും. ഈ കുറച്ചു ദിവസം മുമ്പേ അവരുടെ ആർമിയുടെ ചീഫ് പബ്ലിക്കില് പറഞ്ഞതെല്ലാം അവരുടെ ആർമിയുടെ ആൾക്കാരുടെ മൊറാലും പബ്ലിക്കിൽ അവരിലുള്ള ഒരു വിശ്വാസവും കുറയുന്നെന്ന് കണ്ടിട്ട് അത് അവരുടെ ഒരു മൊറാൽ ബൂസ്റ്റിന് വേണ്ടിയാണ്, അവരുടെയും അതുപോലെ തന്നെ ടെററിസ്റ്റിന്റെ മൊറാൽ ബൂസ്റ്റിന് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞു. നമുക്ക് ഇങ്ങനെയൊക്കെ ഡാമേജസ്, ഇന്നസെൻസിനെ എല്ലാം കൊന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഏതാനും 1 മണിക്കൂർ നേരത്തെ ഒരു ഓപ്പറേഷനിൽ അവര് ഉടനെ കൈപൊക്കി എന്ന് പറയുന്നത് അവർക്കും ഒരു ക്ഷീണമായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ബ്രീഫ്ലി സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ബേസിക്കലി ഹെൽഡ് ഇൻ അബയൻസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ പാകിസ്ഥാന്റെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇൻക്ലൂഡിങ് ബിലാവൽ ഭൂട്ടോ അവർ വന്ന് പറഞ്ഞു ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ. എന്നിട്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാ ഡാമിലും ഇന്ത്യൻസിന്റെ രക്തം കൊണ്ട് നിറയും എന്നൊക്കെ പറഞ്ഞൊരു ബേസിക്കലി ഒരു പബ്ലിക്കിനെ ഇളക്കാനുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമി ഒരിക്കലും പിന്നോട്ട് മാറുന്നതായിട്ട് അവർ കാണിക്കില്ല. ഓൺലി ഇറ്റ് വാസ് ഇൻ 1971 അവർ തീർത്തും ഈസ്റ്റ് പാകിസ്ഥാനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ സറണ്ടർ ചെയ്തത്. അല്ലെങ്കിൽ അവര് ഡിഫീറ്റഡ് ആയ തോറ്റതിന് ശേഷവും അവർക്കാണ് വിജയം എന്നാണ് അവർ എപ്പോഴും ഘോഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ ഒരു സ്ട്രൈക്ക് കൊണ്ട് ഒരിക്കലും ഞാൻ തീർത്തും നമുക്ക് കാര്യങ്ങൾ വിട്ടുതരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്ക്. നമ്മൾ ഈ യുദ്ധത്തിന്റെ ഒരു പോസിബിലിറ്റിയെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും ലോകമാകെ പറയുന്ന ഒരു കൺസേൺ, ഒരു ആശങ്ക എന്ന് പറയുന്നത് 2 ആണവ ശക്തികൾ, തൊട്ട് നിൽക്കുന്ന 2 ആണവ ശക്തികൾ. അതിൽ ഇന്ത്യ വളരെ ഉത്തരവാദിത്തോടെയാണ് തങ്ങളുടെ ആണവ നയം രൂപീകരിച്ചിരിക്കുന്നതും അതിന്റെ കമാൻഡ് കൺട്രോൾ സിസ്റ്റം സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും. പക്ഷെ പാകിസ്ഥാനിൽ അത്തരത്തിലൊരു സ്ട്രിക്റ്റ് റെജീം ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഒരു റോഗ് ഓഫീസറുടെ കയ്യിൽ ഇതിന്റെ ഒരു കൺട്രോൾ മെക്കാനിസം പോയാൽ, അല്ലെങ്കിൽ പട്ടാളയുടെ ഭരണം പിടിച്ചാൽ കോൺസിക്വൻസസ് വളരെ വലുതാവില്ലേ എന്നൊരു ആശങ്കയാണ് ഒരു കോമൺ മാന്റെ മനസ്സിൽ വരുന്നത്. ആദ്യമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അതൊരു വളരെ വലിയ ഡിസിഷനാണ്. അങ്ങനെ ഒരു ഡിസിഷൻ ആര് തന്നെ ലോകത്തെടുത്താല്
ആര് തന്നെ, ഇൻക്ലൂഡിങ് നോർത്ത് കൊറിയ എടുത്താൽ തന്നെയും, ആ എടുക്കുന്ന ആള് ഹി ഹാസ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ കോൺസിക്വൻസസ്. ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വിൽ ഗെറ്റ് ആഫ്റ്റർ ഹിം. ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത്, പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്തത് ഒരു ഇസ്ലാമിക് ബോംബ് എന്നാണ്. അവര് ദേ വാണ്ടഡ് ടു ഗെറ്റ് ദ ലീഡർഷിപ്പ് ഇൻ ദ ഇസ്ലാമിക് വേൾഡ്. എന്നിട്ട് ഇസ്ലാമിക്കിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇസ്ലാമിക് ബോംബ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഇസ്ലാമിക് ബോംബായി മാറിയില്ല, അത് പാകിസ്ഥാന്റെ ബോംബായിട്ട് തന്നെ ഇരുന്നു. മൂന്നാമത്തത്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർമിയുടെ സൈസും രാജ്യത്തിന്റെ സൈസും ഇന്ത്യയുടെ എക്കണോമിയുടെ സൈസും അങ്ങനെ പല കാര്യങ്ങളും ഡിഫൻസ് സൈസും ഒക്കെ നോക്കിയാൽ പാകിസ്ഥാൻ ഈസ് എ വെരി സ്മോൾ കൺട്രി. പാകിസ്ഥാൻ നമ്മളുടെ അടുത്ത് എങ്ങും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവര് നമ്മളെ നേരിടാൻ വേണ്ടി നോക്കിയ മാർഗം ഒന്ന് ഈ ടെററിസമാണ്, ക്രോസ് ബോർഡർ മിലിറ്റൻസി സപ്പോർട്ടിങ് ടെററിസം. രണ്ടാമത്തത്, നമ്മളുടെ തിരിച്ചടിക്കാൻ നമ്മളെ ഒരു ഡിറ്ററന്റ് ആയിട്ട്, നമുക്കെതിരായിട്ടൊരു ഡിറ്ററന്റ് ആയിട്ട്, നമുക്കെതിരായിട്ടൊരു അത്ര കർശനമായിട്ടുള്ള നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി അവർ കരുതിയിരിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. അവർ പറയുന്ന അവരുടെ ഇന്ത്യക്ക് നമ്മുടെ പോളിസി അനുസരിച്ച് നോ ഫസ്റ്റ് യൂസ് എന്നാണ്. നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ആദ്യമായി ഉപയോഗിക്കുന്ന രാജ്യമായിരിക്കില്ല. ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുത്തിരിക്കുമെന്നാണ് നമ്മുടെ പോളിസി. അവരുടെ പോളിസി അങ്ങനെ നോ ഫസ്റ്റ് യൂസ് എന്നുള്ളൊരു പോളിസി ഇല്ല. അവരുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യമായ ത്രെട്ടായാൽ, കാര്യമായ ത്രെട്ട് എന്ന് പറയുന്നത് ലോസ് ഓഫ് എ കൺസിഡറബിൾ ഏരിയ ഓഫ് ലാൻഡ് ഓർ ലോസ് ഓഫ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഓർ ലോസ് ഓഫ് സീരിയസ് ലോസസ് ഇൻ എൻ ഓപ്പറേഷൻ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ് അവരുടെ പോളിസി. അപ്പൊ ഈ പോളിസിയും അതിനു പുറമെ അവരുടെ ഒരു ഇറാഷണൽ ബിഹേവിയർ എന്ന് വെച്ചാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ പറ്റില്ല. വി കെ നോട്ട് പ്രെഡിക്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രൈമറിലി ദിസ് ബോംബ് ഇസ് അഗൈൻസ്റ്റ് ഇന്ത്യ, കാരണം വേറെ ആർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ ഇല്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ കൺവെൻഷണൽ ഫോഴ്സസിനെ ഫുൾ സ്കെയിലിൽ മൊത്തമായിട്ട് അവർക്കെതിരായിട്ട് ഉപയോഗിക്കില്ലെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ ഉപയോഗിക്കാതിരിക്കാനായിട്ടാണ് ഈ ന്യൂക്ലിയർ വെപ്പൺ കാര്യം പറയുന്നത്. ഇത് ഒരു ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ അവർ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി പറയാനും വെസ്റ്റേൺ രാജ്യങ്ങളെ ആയാലും ഇസ്ലാമിക് വേൾഡിനെ ആയാലും എല്ലാവരെയും പറഞ്ഞു പേടിപ്പിക്കുന്നത് ദിസ് ഇസ് എ വാർ ബിറ്റ്വീൻ ടു ന്യൂക്ലിയർ സ്റ്റേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പം ഈവൻ ഇഫ് ദർ ഇസ് എൻ എസ്കലേഷൻ, ഈ കോൺഫ്രണ്ടേഷൻ ഇതൊന്നും പറയാറായിട്ടില്ല, അത് ഈ ലെവൽ കൂടിയാൽ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത് തന്നെ ഇറ്റ് ഇസ് എ വെരി വെരി റിമോട്ട് ആൻഡ് റെയർ പോസിബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണ് ജനറൽ. ഞാൻ ചോദിച്ചത് മറ്റേ ഒരു കോമൺ മാൻ്റെ ഒരു സംശയമായി കണ്ടാൽ മതി. ഇത്രയും ശക്തമായ ഒരു ആർമി നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷമയോടുകൂടി ഈ അപ്പുറത്ത് നിന്നുള്ള ആക്രമണങ്ങളും അവർ സ്പോൺസർ ചെയ്യുന്ന ടെററിസ്റ്റുകളെയും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെയും നമ്മൾ ഒരു ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇത്രയ്ക്ക് സഹിക്കേണ്ട ആവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് അതിനൊരു സൊല്യൂഷൻ നമ്മുടെ ഇത്രയും ശക്തമായ സായുധ സേന, കരസേന, നാവികസേനയെ കണ്ടെത്താനാവാത്തത്? മിലിറ്ററി സ്ട്രെങ്ത് വെച്ച് നമുക്ക് ഇൻസർജൻസിയോ മിലിറ്റൻസിയോ ടെററിസമോ കീഴടക്കാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇസ്രായേലിൽ തന്നെ നോക്കുക. ഇസ്രായേല് അവര് അമേരിക്കൻ സപ്പോർട്ട് വെച്ചായാലും അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ചായാലും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കേപ്പബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഒരുപാട് പല മടങ്ങ് കേപ്പബിലിറ്റി ഉണ്ട്. എന്നിട്ടും ഇത്രയൊക്കെ ഡിസ്ട്രക്ഷൻ, ഈ ഗാസയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയ ഡിസ്ട്രക്ഷൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് മിലിറ്റൻസി തുടച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. ഈ അടുത്ത കാലത്തും പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടും ഹമാസ് അവർക്കെതിരായിട്ട് ഫയറിംഗ് ചെയ്തു. ഇപ്പൊ ഹമാസിന് പുറമെ ഹിസ്ബുള്ളയും തുടങ്ങി, ഹൂത്തീസും തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മിലിറ്ററി മൈറ്റ് എത്ര തന്നെ ഉണ്ടായാലും ആ ഒരു മിലിറ്ററി മൈറ്റ് വെച്ചിട്ട് പ്രത്യേകിച്ചും ക്രോസ് ബോർഡർ ടെററിസം അതും തീർത്തും തുടച്ചു മാറ്റാൻ പറ്റില്ല. അതിന്റെ സൊല്യൂഷൻ പൊളിറ്റിക്കൽ സൊല്യൂഷൻ തന്നെ വേണം. ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് യുദ്ധം ഒരു വാർ ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് എക്കണോമി ഒരു സ്റ്റാൻഡ് സ്റ്റിലാവും. എല്ലാ പൈസയും ഡിഫൻസ് പ്രിപ്പയർനെസിന് വേണ്ടി പോകേണ്ടി വരും. ഇപ്പൊ യുക്രൈനിൽ കാണുന്നുണ്ട്, യുക്രൈൻ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിന് റീകൺസ്ട്രക്ഷന് വേണ്ടി ഇനി എത്ര കോടികൾ വേണമെന്ന് ഇനി കണ്ടറിയണം. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് റഷ്യ. യുക്രൈൻ തിരിച്ചടിച്ചിരിക്കുന്നത് വെറും യുക്രൈന്റെ പെരിഫറിയിൽ മാത്രമാണ്. എന്നാലും റഷ്യക്കും അവരുടെ ഫോഴ്സസിന്റെ ലോസസ് ആയാലും അവരുടെ ടെറിട്ടറിയൽ ലോസ് ആയാലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ആയാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാൽ, ഐ എം നോട്ട് സേയിങ് ദാറ്റ് പ്രയോറിറ്റി 1 is അവോയ്ഡൻസ് ഓഫ് എ വാർ. അവോയ്ഡൻസ് ഓഫ് എ വാർ ഇസ് എൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ടു ബി കൺസിഡർഡ്. പക്ഷേ ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അതിന്
പല രീതികളും 2016 ഉറി ആക്രമണത്തിന് ശേഷം നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, ബേസിക്കലി ടു സെൻഡ് എ മെസ്സേജ്. അതെ അത് കഴിഞ്ഞ് 19 ആഫ്റ്റർ പുൽവാമ നമ്മൾ വി വെൻ ഫോർ എ ബാലാകോട്ട് സ്ട്രൈക്ക്, ഹലോ അതെ ജസ്റ്റ് ടു ലെറ്റ് ദം നോ ദാറ്റ് നമ്മളുടെ ടാർഗറ്റ്സ് വെറും പെരിഫറിയിലല്ല, വി ആർ കേപ്പബിൾ ഓഫ് ഗോയിങ് ഡീപ്പ് ആൻഡ് വി ആർ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് സച്ച് ഡിസിഷൻസ്. അത് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് രണ്ടുണ്ടായിട്ടും ഓരോ ഒരു 2-3 വർഷം കഴിയുമ്പോഴും ഓരോരോ ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടാക്കും. ആക്ച്വലി നമ്മൾ കണ്ടതുപോലെ പെഹൽഗാമിൽ ദി ആക്ച്വൽ പെർപെട്രേറ്റേഴ്സ് വർ ഓൺലി 5 or 6 മിലിറ്റൻസ്. അപ്പൊ ഇങ്ങനെ ഇന്നോസെൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അത് എവിടെ വേണേലും അങ്ങനെ ഉണ്ടാകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് മിലിറ്റൻസിയെ തീർത്തും തുടച്ചു മാറ്റാമെന്നോ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സ്റ്റോപ്പ് ചെയ്യാമെന്നോ വിചാരിക്കുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ, ഇപ്പൊ ഇഫ് പാകിസ്ഥാൻ മിലിറ്ററി നോസ് ദാറ്റ് ഇന്ത്യ വിൽ ഹിറ്റ് ബാക്ക് ആൻഡ് ദേ വിൽ ലൂസ് ദെയർ ഫേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഓൺ പോപ്പുലേഷൻ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ഇപ്പൊ തന്നെ നമ്മൾ പല സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് അവരെ എക്കണോമിക്കലി സ്റ്റിഫിൽ ചെയ്യാനായിട്ട്. അതൊക്കെ സക്സസ്ഫുൾ ആണെങ്കിൽ അവര് ദേ വിൽ തിങ്ക് എ സെക്കൻഡ് ടൈം ടു ഡു സച്ച് എ തിങ്. അതാണ് ദാറ്റ്സ് ദ എയിം. അല്ലാതെ നമുക്ക് ഇത്രയും സ്ട്രോങ് മിലിറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ യൂസ് ഓഫ് എയർഫോഴ്സ്, മിലിറ്റൻസ് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ടാർഗറ്റ്സ് അല്ല. ഓർ ഇഫ് 71 യുദ്ധത്തിൽ നമുക്കൊരു കോംപ്രിഹെൻസീവ് വിക്ടറി ഉണ്ടായി, ബിക്കോസ് വി ഹാഡ് എ സ്പെസിഫിക് ടാർഗറ്റ് വിച്ച് വാസ് ഐസൊലേറ്റഡ് ഫ്രം ദർ മെയിൻ കൺട്രി. അപ്പം വി ഹാഡ് എ ഇന്റർനാഷണൽ സപ്പോർട്ട് ആൻഡ് ദെൻ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത ഉടനെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഷീ കോൾ ഫോർ എ സീസ് ഫയർ. അപ്പം അതൊന്നായി. അതുപോലെ തന്നെ കാർഗിൽ യുദ്ധത്തിലായാൽ തന്നെ നമ്മൾ ദ മൊമെന്റ് വി recaptured all the areas which were occupied by the Pakistan army. അപ്പോ പ്രൈം മിനിസ്റ്റർ വാജ്പേയി ഒരു സീസയർ അനൗൺസ് ചെയ്തു. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാനോ ഒരു എവർ ലാസ്റ്റിംഗ് പെർപെച്വൽ യുദ്ധത്തിലോട്ട് നമ്മൾ പോയില്ല. അപ്പൊ അതുകൊണ്ട് ആ യുദ്ധം അവിടെ നിർത്താൻ പറ്റി. അതുകൊണ്ട് നമ്മൾ ടു ഫിനിഷ് ഓഫ് എ നേഷൻ, ഇപ്പൊ തന്നെ യുക്രൈൻ യുദ്ധം നമ്മുടെ മിലിറ്ററി കമ്പാരിസൺ നടത്തിയാൽ യുക്രൈനും റഷ്യയും തമ്മിൽ, റഷ്യയുടെ സ്ട്രെങ്ത് ഇസ് മച്ച് മച്ച് മോർ ദാൻ യുക്രൈൻ. യുക്രൈൻ യുദ്ധം 3 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ ഞാനും പറഞ്ഞതാണ് ദിസ് വാർ ഇസ് നോട്ട് ലൈക്ലി ടു ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഫ്യൂ വീക്സ്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് യുദ്ധം നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു കോംപ്രിഹെൻസീവ് വിക്ടറി നമുക്ക് ബംഗ്ലാദേശ് കിട്ടിയ പോലെ പാകിസ്ഥാനോട് കിട്ടാനായിട്ട് ഒരുപാട് എഫർട്ട് വേണ്ടി വരും. അപ്പോൾ അവർ നശിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. One different question, because whenever we make a surgical strike, whenever we take measured action against this, we find that the political parties who is not in power keep asking for proof of strike. When the world believes that India has done it, the political parties want to see a proof. So how does it hurt as a service personnel? What would be your thoughts on that? No, this happened both in 2016 and 2019, and it does hurt the military. But we also realize that, some of the political parties are just saying things for gaining political mileage or to pull the ruling party down. And the best part about this is, in all these 3 instances, firstly, it's actually, I would like to appreciate the opposition party this time. കാരണം അവരാരും ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല, ആസ് ഇൻ ദ ലീഡർഷിപ്പ്, എക്സെപ്റ്റ് ഫോർ നമ്മുടെ നാട്ടിലുള്ള 1-2 പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നുള്ള 1-2 MLAs എന്തോ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡെമോക്രസിയിൽ എപ്പോഴായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ദ ലീഡർഷിപ്പ് അറ്റ് ദ നാഷണൽ ലെവൽ അവരാരും ഇതിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഇൻക്ലൂഡിങ് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, അവരെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻ ഏർലിയർ ഒക്കേഷൻസ് അവർ ഇതുപോലെ കമന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ആക്ച്വലി ഡിസൈറബിൾ. അതുകൊണ്ടായിരിക്കും ദേ ഓൾസോ മസ്റ്റ് ഹാവ് ലേൺഡ് എ ലെസൺ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അവരെല്ലാം ഒരു ഘട്ടമായിട്ട് ഇന്ത്യക്ക് പുറമെ നിൽക്കുന്നത്, ഗവൺമെന്റിന് പുറമെ നിൽക്കുന്നത്. This is a bit of a hypothetical question, but at the same time, you have that experience to maybe throw a bit light on it. Suppose if you were the person controlling the action forward, you were the decision maker, how would you have taken it forward? What would have been your next strategy? You see, firstly, I don't think it's right. It's right for me to give an answer. The reason being, I do not have the inputs. Every situation is different. Namukku, whatever inputs I have is basically what I'm getting to know from the media, and with whatever experience I have had on ground, the knowledge that I have about the terrain, sort of my appreciation of Pakistan army and the militants and things like that. പക്ഷേ
what exactly is the current situation, what has transpired between the Prime Minister and the chiefs, what is actually the വാലിയിൽ ഉണ്ടായ പഹൽഗാം ഇൻസിഡന്റിന് പുറകിൽ തന്നെ എന്തൊക്കെയാണെന്നുള്ള പല കാര്യങ്ങളും കാണും. ഇനി ഇതിനെല്ലാം ഉപരി നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസീസ് ഇപ്പോഴത്തെ സ്ട്രൈക്ക് it is particularly noteworthy because I think 4 of the 9 targets which we have struck, they are not in Pak occupied Kashmir. Yes. They are in mainland Punjab. Punjab is the heart of Pakistan military and the main power center of Pakistan. അപ്പോൾ ബഹാവൽപൂർ ആയാലും Sialkot. മുരുട്കെ ആയാലും സിയാൽകോട്ട് ആയാലും ഇതെല്ലാം Sialkot. പഞ്ചാബിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ POK. സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ടും എല്ലാം നടന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലാണ്. ബിക്കോസ് വി വെർ നോട്ട് വാണ്ടിങ് ടു enlarge the area outside POK which we claim is ours. പക്ഷേ in this particular case we have been able to pick up targets inside mainland Punjab, mainland Pakistan and strike at the militant camps. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. So do you think we would have അതുകൊണ്ട് taken this? if you ask me as to how I would have taken it forward, it's a very hypothetical question. കാരണം എനിക്ക് സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് I think it's better that I avoid making a guess. Yeah, but we had very accurate on-ground intelligence input. Yeah, അതാണ് ഞാൻ that's what I'm saying. Targets painted. The good point is നമുക്ക് to be very frank, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് we had very very accurate intelligence of things what was happening in Pakistan. പക്ഷേ sometime in between we had tried to improve the relationship with Pakistan by dismantling the setup which we had developed over a period of time, painstakingly developed over a period of time. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. I don't want to take the name of the leadership at that time. It is basically the Prime Minister at that time possibly thought that അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് പാകിസ്ഥാൻ വിൽ ഇംപ്രൂവ്. അതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന സെറ്റപ്പ് ഡിസ്മാൻഡിൽ ചെയ്തു അന്ന്. ആൻഡ് so there was a period where we hardly had any information about what is happening in Pakistan, and the time has proved that to be wrong. So we have now been able to painstakingly build up this capability. നമ്മളുടെ RNW ആയാലും നമ്മളുടെ other intelligence sources ആയാലും, and more importantly our cooperation with intelligence agencies the world over. അപ്പൊ അതൊക്കെ വെച്ചോണ്ട് we have the capability of getting very very accurate and timely and actionable intelligence of what is happening inside Pakistan. You would have seen നമ്മള് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് they kept saying that they have no role to play in it. It is all local militants പറഞ്ഞുകൊണ്ടിരുന്നു. Till we finally put out a conversation between the Pakistan President Musharraf, who was in China at that time, talking to somebody here in Karachi, in Islamabad, and talking about even before the operation. അപ്പൊ അത് വന്നപ്പോഴാണ് പാകിസ്ഥാന്റെ ഇത് വെളിയിൽ വന്നത്, ഇൻവോൾവ്മെന്റ് വെളിയിൽ വന്നതും. അപ്പൊ അതുകൊണ്ട് we have the capability. So with this kind of capability, the leadership has got more actionable information and intelligence, and it is based on that they have taken the action so far. And I'm sure the way forward will also be depending on that, and also various other inputs, including capabilities of forces on both sides. So do you think the total reclaiming of POK would be the ultimate solution to this issue? Yeah, obviously. നമ്മള് റീക്ലെയിമിംഗ് ഓഫ് POK നമ്മുടെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കാശ്മീർ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Again, see, I think before 2014, we recognized it as sort of an area which belonged to Pakistan. Indirectly, Pakistan occupied Kashmir എന്ന് പറയുകയും അവർ അതിനെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുകയും ഈ കാശ്മീർ അവരുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു. It is only after the current government came into power, they changed the narrative totally. അവർ പറഞ്ഞു പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ ഭാഗമാണ്. ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു കമന്റിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു, I think the issue with Pakistan is already over, except a part of stolen Kashmir, which is under occupation by Pakistan. So അതുകൊണ്ട് we are claiming the balance of Kashmir, which we rightly feel is ours. But whether it will finally that we'll be able to take it back, or whether we will capture it, because to recapture it will involve a full-scale war. And if we want to undertake that war, or if
Pakistan comes around for negotiations, and then there is a negotiated settlement with both parties finally relenting to the LC as the border. That's a different situation. നമുക്കിപ്പോ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ല. So one last question is this: you have served in Kashmir as a major, a colonel, and as a major general, and as the vice chief of army staff. You have an absolute understanding of Kashmir and its politics and its people. So this has happened at a time when people were coming back to normal life. So what are the measures that the army as well as the government should adopt now to ensure that the bonding that has been created doesn't wither away with the local people? ഞാൻ കാശ്മീരിൽ സെർവ് ചെയ്തത് 2012-13 അന്ന് നമ്മളുടെ എഫർട്ട് ഹാസ് ഓൾവേസ് ബീൻ ടു വിൻ ഓവർ ദ ലോക്കൽ പോപ്പുലേഷൻ. എപ്പോഴും ദ ഫാക്ട് ഈസ് ഓൾസോ ദാറ്റ് ഇൻസർജൻസി കനോട്ട് സർവൈവ് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ലോക്കൽ പോപ്പുലേഷൻ അവരുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സപ്പോർട്ട് ചെയ്യല്ല. ഇറ്റ് ഈസ് അണ്ടർ കോവേർഷൻ, ഇറ്റ് ഈസ് അണ്ടർ ത്രെറ്റ്. അവരുടെ വീട്ടിൽ വന്ന് ആരും ചോദിക്കുകയോ അവരുടെ വീട്ടിൽ കിടക്കണമെന്ന് പറയുകയാണെങ്കിൽ ദേ ഹാവ് നോ ചോയ്സ്, പക്ഷെ അവർക്ക് പെർമിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈവൻ ലോക്കൽ മിലിറ്റൻസ് ഈ ഇപ്പൊ ഈ ഇൻസിഡന്റ് നടന്നപ്പോൾ ഈ 6 മിലിറ്റൻസ് ഉണ്ട്, അതിനകത്ത് 2-3 പേര് പാകിസ്ഥാനീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് പാകിസ്ഥാനീസ് വന്നത്? ഇവരെ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. അപ്പം അങ്ങനെ ഒരു കോവേർഷനിലാണ് നടക്കുന്നത് സംഭവം. അപ്പോ ഇറ്റ് ഈസ് സ്ക്വയർലി ഹോൾ തിങ് ഈസ് ബീൻ ഓർക്കസ്ട്രേറ്റഡ് ഫ്രം പീപ്പിൾ അക്രോസ് ദി ബോർഡർ. അപ്പൊ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ നമ്മളുടെ സെന്റർ ഓഫ് ഫോക്കസ് ഓഫ് ഓപ്പറേഷൻ ഈസ് നോട്ട് ഇൻസൈഡ് കാശ്മീർ, ബട്ട് ഇറ്റ് ഈസ് അക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ. അപ്പൊ അവിടുന്ന് അവരുടെ ഹാൻഡ്ലേഴ്സിനെ, ടെററിസ്റ്റ് ലീഡർഷിപ്പ് ആയാലും പാകിസ്ഥാൻ മിലിറ്ററി ആയാലും അവിടുന്ന് വരുന്ന ഫണ്ടിങ് ആയാലും അവിടുന്ന് വരുന്ന വെപ്പൺസ് ആയാലും അതിനെ സ്റ്റോപ്പ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് ഈ 2014 കഴിഞ്ഞിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ, ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ദി മിലിറ്റൻസി ഹസ് കം ഡൗൺ. പിന്നെ മാത്രമല്ല ഈ ആർട്ടിക്കിൾ 370 വിഡ്രോ ചെയ്യുകയും ഗവർണേഴ്സ് റൂൾ വരികയും പിന്നെ സ്റ്റോൺ പെൽറ്റിങ്ങിന്റെ പുറകിനുണ്ടായിരുന്ന ജിലാനി ഓഫ് കോഴ്സ് ഈസ് നോ മോർ, അത് കൂടെ ഉണ്ടായിരുന്ന ലീഡർഷിപ്പിനെല്ലാം അപ്രിഹെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് then the situation in the valley has come down. That is one step. Now the way forward, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സ്ഥിതിക്ക് ദ പോസിറ്റീവ് ഇസ്, മനോജ് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ഇതിനെതിരായിട്ട് പറയാൻ തുടങ്ങി. അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ മിലിറ്റൻസിക്ക് എതിരായിട്ട് സംസാരിക്കുന്നത് ഇറ്റ്സ് എ വെരി വെരി ബിഗ് തിങ്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അവര് ഇൻ പ്രൈവറ്റ് സംസാരിക്കുമെങ്കിലും ആർക്കും വെളിയിൽ എങ്ങനെ തുറന്നു പറയാനുള്ള ഒരു കഴിവില്ലായിരുന്നു. ദേ വുഡ് നോട്ട് ഡെയർ ഡു ദാറ്റ്. അതുപോലെ തന്നെ ആയാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്രാവശ്യം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ തന്നെ വളരെ ഓപ്പൺലി പറഞ്ഞിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് ബീൻ സപ്പോർട്ടിങ് ഓപ്പൺലി. അവരാരും മിലിറ്റൻസിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിനെ ഹി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു കണ്ടം. അപ്പൊ ആൻഡ് ഹി ഈസ് മെയിൻറ്റെയിനിങ് ദാറ്റ് ഓൾസോ. അപ്പോൾ ദർ ഇസ് എ വെരി പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻ ദി വാലി. ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ടൈം ടു ഇംപ്രൂവ്. ഇതുവരെ നടന്ന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പാകിസ്ഥാനീസ് ആഗ്രഹിച്ചത്, പാകിസ്ഥാൻ മിലിറ്ററി ആയാലും പാകിസ്ഥാനി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും അവർ ആഗ്രഹിച്ചത് വാലിക്കകത്തൊരു റിട്രിബ്യൂഷൻ ഉണ്ടാവുമെന്നാണ്. മുസ്ലിം പോപ്പുലേഷനെതിരായിട്ട് റിട്രിബ്യൂഷൻ ഉണ്ടാവുന്നു. അതുപോലെ രാജ്യത്ത് മറ്റേ പലയിടത്തും മുസ്ലിം ക്ലാഷസ് ഉണ്ടാവണം എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി കാരണം അതിനെതിരായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രവർത്തിക്കുകയും അങ്ങനെ ഒരെണ്ണം അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായ സക്സസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ചാനൽ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാശ്മീരി സ്റ്റുഡൻസ് ദേ ആർ സ്റ്റഡിങ് ഇൻ വേരിയസ് പ്ലേസസ് ഇൻ റെസ്റ്റ് ഓഫ് ദ കൺട്രി. ദഹ്റാദൂണിലെ 2-3 കുട്ടികൾ അവർക്കെതിരായിട്ട് ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നത് ഭയന്ന് രാത്രി മൊത്തം പോയി എയർപോർട്ടിൽ ഇരുന്നതെന്നും അടുത്ത ദിവസം രാവിലെ തിരിച്ച് കാശ്മീരിലേക്ക് പറന്നെന്നുമാണ് അന്ന് പഹൽഗാം ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് കേട്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റ്സ് വേറെ എങ്ങും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഇവരെ നമ്മൾ ബാക്കിയുള്ള രാജ്യത്ത് എവിടെയൊക്കെ പഠിക്കുന്നുണ്ടോ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുള്ളൂ. അങ്ങനെ ആകാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ we will be playing into the hands of the Pakistani military and their designs. Let that most forbidden thing shouldn't happen. It won't happen because we have an atmosphere of positivity. വളരെ വളരെ പോസിറ്റീവായ ഒരു അറ്റ്മോസ്ഫിയറിൽ കാശ്മീർ നിൽക്കുമ്പോഴാണ് ഈ ശ്രമം ഉണ്ടായത്. ഒരിക്കലും പഴയ കാലത്തിലേക്ക് കാശ്മീരും അതിനൊപ്പം ഇന്ത്യയും പോവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Such a pleasure talking to you, General Sharat Chand. Thank you very much for joining Mathrubhumi. Thank you so much, Manoj. Thank you very much.